ഭരണാധികാരികൾ ആരായാലും തോന്നിയ പോലെ ചെയ്യാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല. എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് നാടിനെ വളച്ചടിക്കുന്ന ചില BJP മുഖ്യമന്ത്രിമാർ നടത്തുന്ന പേക്കൂത്തുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ല എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടത്. മുഖ്യമന്ത്രിയാണെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്ന് കരുതരുത് എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിമാർ രാജാക്കന്മാരല്ല എന്നോർക്കണം. നമ്മളിപ്പോൾ പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നും മാറിയിരിക്കുന്നു എന്നും സുപ്രീം കോടതി തുറന്നടിച്ചു. വിവാദ IFS ഓഫീസർ രാഹുലിനെ രാജാജി ടൈഗർ റിസർവ് ഡയറക്ടറായി നിയമിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ നടപടിയിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ BR ഗവായ്, PK മിശ്ര, KV വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിൻ്റെതാണ് ഈ ശക്തമായ പരാമർശം വന്നിരിക്കുന്നത്. അനധികൃതമായ മരമുറി കേസിൽ ആരോപണ വിധേയനായ രാഹുൽ എന്ന ഓഫീസറെ കോർബറ്റ് ടൈഗർ റിസർവിൽ നിന്നും നീക്കി. സംസ്ഥാന വനം മന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ആ രാഹുൽ എന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി ധാമി രാജാജി ടൈഗർ റിസർവ് ഡയറക്ടറായി നിയമിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയായത് നിയമമെല്ലാം വഴിമാറുമെന്നൊരു ചിന്തയായിരുന്നു BJP നേതാക്കൾക്ക്. അസം മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ MLA മാർക്കുള്ള നിസ്കാരത്തിന്റെ സമയം പോലും ഇല്ലാതാക്കിയ ഒരു മുഖ്യമന്ത്രി, വർഗീയത അസമിന്റെ മുഴുവൻ മേഖലകളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെയുള്ള മറ്റൊരു മുഖ്യമന്ത്രി തന്നെയാണ് പുഷ്കർ സിംഗ് ധാമിയും നമുക്ക് അറിയാം. ഏകീകൃത സിവിൽ കോഡിനൊക്കെ വേണ്ടി അദ്ദേഹം മാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് കാലം നമ്മൾ അത് ചർച്ച ചെയ്തു. എന്നാൽ എല്ലാവർക്കും കൂടിയുള്ള ഒരു താക്കീതായി ഈ രാജ്യത്ത് പൊതുവായൊരു തത്വമുണ്ട്. സർക്കാരിന്റെ തലപ്പത്തുള്ളവർ രാജാക്കന്മാരെ പോലെ എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. താങ്കൾ ഒരു മുഖ്യമന്ത്രിയാണ്, എന്തും ചെയ്യാമെന്നാണോ എന്നാണ് സുപ്രീം കോടതി മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ ചില അച്ചടക്ക നടപടികൾ നിലനിൽക്കുന്നതിനാൽ പ്രഥമ ദൃഷ്ട്യ വിശ്വാസമുണ്ടാക്കുന്നതല്ല രാഹുലിന്റെ നിയമനമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ എംപേർഡ് കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ ബെഞ്ച് നിരീക്ഷണം നടത്തിയത്. കോർബറ്റിനുള്ളിലെ അനധികൃത മരമുറിക്കലിനും നിർമ്മാണത്തിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ 2022 ജനുവരിയിൽ തന്നെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. 2022 ഏപ്രിലിൽ സംസ്ഥാന സർക്കാർ 2 ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമാണ്. എന്നാൽ സർക്കാരിന്റെ ഈ തോന്നിയാസം നടത്താൻ, കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുന്ന രീതി അതാരായാലും ഇനി വേണ്ട എന്ന വ്യക്തമായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്.